ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഫിനാലെ ഇന്നലെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിരുന്നു അതിൻ്റെ വിജയിയായത് അനുമോൾ തന്നെയാണ്. വളരെ ഡിസർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. അതുപോലെ തന്നെ അനീഷുമാണ്. രണ്ടുപേരും ഡിസർവിങ് ആണ്. എന്നാൽ പോലും അനുമോൾ ഒരു പെൺകുട്ടി ഈ 100 ദിവസം ഒരുപാട് സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും അനുഭവിച്ചു. ഇതിൽ നിന്ന് എവിക്റ്റഡായി പോയിട്ടുള്ള ആൾക്കാരെ തിരിച്ചു വന്നത് മെയിനായിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശൈത്യയാണ്. ശൈത്യയെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അനുമോൾക്ക് ഈ ഒരു വിജയം ലഭിക്കുമെന്നുള്ളത്. അനുമോൾ ആണ് എന്ന് ലാലേട്ടൻ പറഞ്ഞ ആ സമയത്ത് നമുക്ക് കാണാം ശൈത്യയുടെ മുഖത്തെ ആ എക്സ്പ്രഷൻ. ആ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് പോലും എണീറ്റിട്ടില്ല. ബാക്കി മിക്ക ആളുകളും അവരുടെ മനസ്സിൽ പകയോ കുശുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അതൊന്നും വകവെക്കാതെ എണീറ്റു. എന്നാൽ പോലും ശൈത്യ അവിടെ തന്നെ ഇരുന്നു. എന്തൊക്കെ കാണണമില്ലേ? ഒരു മനുഷ്യനോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അനുമോൾ വളരെ ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ്. അവൾ ഒരുപാട് പൊരുതി നേടിയ വിജയമാണിത്. PR എന്ന് പറഞ്ഞാൽ ആർക്കാണ് PR ഇല്ലാത്തത്? ഒരു ഫേമസ് ആയിട്ടുള്ള ഏത് വ്യക്തിക്കും PR ഉണ്ട്. അത് അനുമോളെ മാത്രം PR വഴിയാണ് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തായാലും അനുമോളുടെ വിജയത്തിൽ ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. ഞങ്ങളും വോട്ട് കൊടുത്തിരുന്നു അനുമോൾക്ക്. അപ്പോൾ ഇനിയും മുന്നേറാൻ കഴിയട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.